ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ആൻഡ് ബി ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് ലെജൻഡ് ഷെല്ലി എന്ന് പറയുന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലേക്ക് ആയിരിക്കുമല്ലേ. എന്തായാലും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയിൻ സിയോയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ അവനെ എത്രയൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അവൻ ആദ്യം മുതൽ അവൻ്റെ വൈഫിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗം മാത്രമായിട്ടാണ് നിന്നെ കണ്ടിരിക്കുന്നത്. ഞാൻ അവനോട് നിന്നെ കൊന്നെന്ന് പറഞ്ഞോളാം, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ഇതൊക്കെ കേട്ട സിയോയി പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട ഹീറോ ഒരു പക്ഷിയാണെങ്കിൽ പോലും അത് മരിക്കുമെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ. പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അവൻ എന്നോടുള്ള സ്നേഹം സത്യമല്ലായിരിക്കും, എന്നാൽ എനിക്ക് അവനോടുള്ള സ്നേഹം സത്യമാണ്. ഞാൻ ഫസ്റ്റ് ഹ്യൂമൻ ഫോമിലേക്ക് മാറിയപ്പോൾ ആദ്യമായി കണ്ടത് അവനെയാണ്. അവൾ അവനെ കണ്ടതും ആദ്യമായി നടക്കാൻ പഠിച്ചതും അവൾ അവനെ കെയർ ചെയ്തതും എല്ലാ കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരികയാണ്. നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ്റെ പ്രണയം അവൻ്റെ വൈഫിനോട് മാത്രമാണ്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നെ പോലും അവനോടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ എനിക്ക് അവനെ അവസാനമായി ഒന്ന് കാണണം, അവളെയും എനിക്ക് അവസാനമായി ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഹീറോയെ, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാം, എന്നാൽ നീ അവൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ല, നീ മരിച്ചെന്നായിരിക്കും ഞാൻ അവനോട് പറയുന്നത്. അവളും അതിന് സമ്മതിക്കുകയാണ്. ഹീറോയിൻ അവരെ രണ്ടുപേരെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സിയോഹി മരിച്ചു, നമുക്കിപ്പോൾ പുറത്തേക്ക് പോകാം, പുറത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ മാർഗ്ഗമായിരുന്നു സിയോഹി. അതും ഇപ്പോൾ ഇല്ല, ഞാൻ ഇനി പുറത്തേക്ക് വരുന്നില്ല, എൻ്റെ വൈഫിൻ്റെ കൂടെ തന്നെ ഇരുന്നോളാമെന്നും പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ ഇങ്ങനെ പറയുമെന്ന് സിയോഹി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതേസമയം ഹീറോയെ കാണിക്കുകയാണ്. അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. അവൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടായിരിക്കുകയാണ്. സെക്കൻഡ് യങ് മാസ്റ്റർ അവൻ്റെ വൈഫിനോട് അവനുള്ള സ്നേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സിയോയ്ക്ക് സഹിക്കാൻ സാധിക്കാതെ ഒരു ഘട്ടത്തിൽ അവൾ പുറത്തേക്ക് വന്നിട്ട് അവനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവൾക്ക് അവനോടുള്ള സ്നേഹം കാരണം അവളെ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ അവനോട് കാണിച്ച സ്നേഹവും അവൻ അവളോടുണ്ടായിരുന്ന കെയറിംഗ് ഒക്കെ നമ്മളെ കാണിച്ചു തരികയാണ്. അവൾക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഗുജിൻ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്നത് നിന്നെയാണെന്നും പറഞ്ഞ് അവനെ ഒന്ന് തൊട്ടിട്ട് ആ ഫോർമേഷനുള്ളിലേക്ക് പോവുകയാണ്. അതിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ശക്തി പുറത്തേക്ക് വരികയാണ്. അവളുടെ ശരീരം മൊത്തം ജ്വലിക്കാൻ തുടങ്ങുകയാണ്. ആ ഫോർമേഷൻ കാരണം അവളുടെ ഉള്ളിലുള്ള എനർജി എല്ലാം അവൻ്റെ വൈഫിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതോടെ സിയോഗി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഇത് കണ്ട ഗുജിൻ എന്താ നടക്കുന്നതെന്നറിയാൻ സിയോഗിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ആ എനർജി എല്ലാം അവൻ്റെ വൈഫിൻ്റെ ഉള്ളിലേക്ക് പോയതുകൊണ്ട് തന്നെ അവളുടെ ശരീരം അനങ്ങാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് അവൻ വളരെയധികം സന്തോഷത്തോടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പുറത്തേക്കുള്ള വാതിലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഹീറോയിൻ അവൻ്റെ കൈതട്ടി മാറ്റിയിട്ട്, സിയോഗിയെ വളർത്തിയത് നീയാണ്, അതുകൊണ്ട് തന്നെ അവളുടെ എനർജി നിന്നെ കൂടെ സെൻസ് ചെയ്യാൻ സാധിക്കും. അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നീ ഈ നാടകം കളിച്ചെന്ന് അവനോട് ചോദിക്കുകയാണ്. എന്നാൽ അവൻ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ, അവളുടെ ഫീലിങ്സ് ഒളിച്ചു വെക്കാറില്ല, അവൾ അത് പുറത്ത് കാണിക്കാറുണ്ട്. നിനക്ക് ഇത്രയും കാലമായിട്ട് അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ? അതോ നീ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലായില്ലെന്ന് അഭിനയിച്ചതാണോ? അവനും മനസ്സിലായി അവൻ അവൾക്ക് ചെയ്ത വലിയൊരു ദ്രോഹമാണിതെന്ന്. എന്നാൽ അവൻ്റെ വൈഫിനെ രക്ഷിക്കാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലായിരുന്നു. ഷെല്ലി ഹീറോയെ വിളിക്കുകയാണ്. ഹീറോ നേരെ നിൽക്കാൻ പോലും സാധിക്കാതെ എങ്ങനെയൊക്കെയോ ഹീറോയിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇവരെ പുറത്തു കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവരവിടെ ഒന്ന് പോവുകയാണ്. അവർ പുറത്തു നിന്ന് നോക്കുമ്പോൾ അവിടെ കുളത്തിലായിട്ട് ഒരു താമര നിൽക്കുന്നതായി കാണുകയാണ്. അത് കണ്ട സെക്കൻഡ് യങ് മാസ്റ്ററിന് സിയോഹിയുടെ ഓർമ്മയാണ് വരുന്നത്. അവൾ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയപ്പോൾ മുതൽ ഇവൻ്റെ കൂടെയാണ് അവൾ ഉണ്ടായിരുന്നത്. അവസാനം അവളുടെ ജീവനും ഇവന് തന്നെ കൊടുത്തു. അതും കാണിച്ചുകൊണ്ട് ആ താമര വെള്ളത്തിലേക്ക് മുങ്ങി പോവുകയാണ്. അവനും ചെറിയൊരു വിഷമത്തോടെ അവൻ്റെ വൈഫിനെയും എടുത്തുകൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. അതേസമയം ഹീറോയിൻ തിരിച്ച് ഹീറോ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഹീറോയിൻ നല്ല ദേഷ്യത്തിൽ ആ സ്ഥലം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട ഹീറോ അവളെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനല്ലേ, എന്തെങ്കിലും ദേഷ്യം ഉണ്ട് എൻ്റെ അടുത്ത് തീർക്ക്. അവൾ എന്തിനാ ഇങ്ങനെയുള്ള ഒരുത്തിനു വേണ്ടി അവളുടെ ജീവൻ നൽകിയത്? എനിക്ക് വല്ലതും ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ ഉറപ്പായും കൊന്നേനെ. എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ എന്നോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവനെ ഞാൻ ഉറപ്പായും കൊന്നുകളയും. ഇത് കേട്ട ഹീറോ, എനിക്ക് മനസ്സിലായി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, എനിക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഹീറോയിൻ പറയുകയാണ്. ഇത് കേട്ട ഹീറോയുടെ വായിൽ നിന്നൊക്കെ രക്തം വന്ന് അവൻ നിലത്തേക്ക് വീഴുകയാണ്. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് അവൻ എന്താ പറ്റിയെന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ കയ്യിലുണ്ടായ മുറിവ് കാണുന്നത്. ആ സ്പിരിറ്റ് നിന്നെ ആക്രമിച്ചല്ലേ എന്ന് അവനോട് ചോദിക്കുകയാണ്. ഇവൻ ഇത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് പോകുന്നത് തടയാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലാക്കുകയാണ്. ഹീറോയിൻ അവനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവളുടെ ശക്തി ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെനിക്ക് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ ഈ മോർട്ടൽ വേൾഡിലുള്ള വൈദ്യന്മാരൊന്നും നിന്നെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ മൗണ്ടൻ്റെ മുകളിലുള്ള മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ഡീമൺസിനെ നമുക്ക് കണ്ടുപിടിക്കണം. എന്നാൽ അതിന് കുറച്ച് സമയമെടുക്കും, കുറച്ച് നേരം നീ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഹീറോയിൻ ഡീമൺ വേൾഡിൽ നിന്ന് അവളെ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന കാര്യം അവൾ ഓർക്കുന്നത്. ഇവൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് ഇവനെ വിട്ടിട്ട് പോകാൻ സാധിക്കില്ല, എന്ത് ചെയ്യും? മോർഫിനോട് പറഞ്ഞ് അവരെ കുറച്ച് നേരം കൂടെ ഡിലേ ആക്കിയാലോ? ഗാർഡ്സ് എല്ലാവരും വളരെയധികം പവർഫുൾ ആണ്, ഉറപ്പായിട്ടും അവരിവിടേക്ക് എത്തും. ഹീറോയുടെ കൈ പിടിച്ചിട്ട് ചിലപ്പോൾ ഞാൻ വരാം, ചിലപ്പോൾ ഞാൻ വന്നില്ലെന്നും വരാം, നീ നിന്റെ കാര്യം നോക്കണമെന്നും പറഞ്ഞ് ഹീറോയിൻ അവന് വേണ്ടിയുള്ള മെഡിസിൻ എടുക്കാൻ വേണ്ടി അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മോർഫിനെ കാണിക്കണം. ഹീറോയിനെ അന്വേഷിച്ച് വന്ന ഗാർഡ്സിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. മോർഫിൻ, നീ എന്താ മോർട്ടൽ വേൾഡിൽ നിന്ന് വന്നത്? നീ ആ ലോഡിനെ കണ്ടുപിടിച്ചിട്ട് അത് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നാണോ, ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവനും അതെ, ഞാൻ ലോഡുള്ള സ്ഥലം കണ്ടുപിടിച്ചു, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുകയാണ്. എന്നാൽ അതിലുള്ളൊരു ഗാർഡ്, ഇവൻ ഷെല്ലിയുടെ വിശ്വസ്തനാണ്, ഇവൻ നമ്മളെ ഉറപ്പായിട്ടും അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയില്ല, ഇവൻ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മോർഫിനും അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്നെ കടന്നിട്ട് മാത്രമേ ലോഡിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ, ലോഡിൻ്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കില്ലെന്നും പറഞ്ഞ് അവരെ വെല്ലുവിളിക്കുകയാണ്. മോർഫിൻ, ഞങ്ങളിത് ചെയ്യേണ്ടതാണ് കരുതിയത്, എന്നാൽ നീ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുമല്ലേ എന്നും പറഞ്ഞ് ആ ഗാർഡ്സ് എല്ലാവരും മോർഫിനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഇപ്പോൾ ഒരു മലയുടെ മുകളിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അവൾ
വന്ന് നിന്ന ഉടനെ അവൻ്റെ ശക്തി പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ആ ശക്തി കാരണം അവിടെ മറിഞ്ഞിരുന്ന എല്ലാവരും പുറത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ആരാണെന്ന് അവർ ചോദിക്കുകയാണ്. ഞാൻ ലോർഡ് ഷെല്ലി, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നല്ല, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഹീറോയുടെ പേരും അവൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. നിങ്ങൾ ആരാണ് അവനെ സഹായിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്ന് പ്രായമുള്ള ഒരാൾ ഇവൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുകയാണ്. കളവൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അവൻ അയാളെ ഒന്ന് നോക്കുകയാണ്. ഹീറോയിനും അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുകയാണ്. മരിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ പോലും ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു മോർട്ടലല്ലേ, ഞങ്ങൾക്ക് അരമണിക്കൂർ മതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ്റെ സ്പീക്കർ വന്ന് അവിടെ തറയ്ക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ തരാം, എന്നാൽ അദ്ദേഹത്തെ ഉറപ്പായി നിങ്ങൾ രക്ഷിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്നെ പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ അവൻ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവനിപ്പോൾ ആ മാൻഷനിലെത്തിയിരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരും മരിച്ചു കിടക്കുന്നതായി കാണുകയാണ്. ബ്ലൂ ഡ്രസ്സ് എന്ന് പറഞ്ഞ് അവൻ അവിടെ എല്ലാം അനഞ്ഞു നടക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബ്ലൂ ഡ്രസ്സ് ഇട്ടൊരു പെണ്ണ് കിടക്കുന്നത് കാണുകയാണ്. അയ്യോ ഇവള് മരിച്ചല്ലോ, ഞാൻ ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ച് അവൻ പേടിച്ച് നിൽക്കുകയാണ്. ഒരു പയ്യൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹീറോ പുറകിൽ തന്നെ ഇരിക്കൊണ്ട് അവനൊന്ന് ചുമക്കുകയാണ്. ആ സൗണ്ട് കേട്ടിട്ട് അവൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ നീയാണോ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഷെല്ലി തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതെ ഈ മരുന്ന് കഴിക്കേ, എനിക്ക് ആ അരമണിക്കൂറോളെന്നും പറഞ്ഞ് അവൻ അവൻ്റെ ശക്തി ഉപയോഗിച്ച് ഹീറോയെ ഹെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം 2 ജനറൽസ് അവിടേക്ക് വരികയാണ്. ലോർഡ് ഷെല്ലി എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലും. ലോർഡ് ഷെല്ലിയോ? അതാരാണെന്ന് ചോദിക്കുകയാണ്. ഷെല്ലി ആരാണെന്ന് പോലും നിനക്കറിയില്ലേ? അവൾ ഡീമൺ വേൾഡിലെ സ്കൈ കിങ് ആണ്. അവളെ ഞങ്ങൾക്ക് വേണം. നീ അവളുടെ അടുത്ത് എന്ന് പറയും. ഇവനെ ജീവനോട് വേണമെങ്കിൽ അവളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഇവനെ ഞങ്ങൾ കൊല്ലും. എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ പാടില്ല. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. അദ്ദേഹത്തെ ഹീൽ ചെയ്യണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവനെ അവിടെ ഒന്ന് പറഞ്ഞയക്കണം. അവനും അടുത്ത നിമിഷം പെട്ടെന്ന് ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നോട് ക്ഷമിക്കണം. ഹീറോയിൻ പെട്ടെന്ന് ടെൻഷനായിട്ട് അവൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ്. അവൻ മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം മരിച്ചില്ല, എന്നാൽ പെട്ടെന്ന് തന്നെ മരിക്കും. ഡീമൺ വേൾഡിലുള്ള ജനറൽസ് അവിടേക്ക് വന്ന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവിടേക്ക് ചെന്നാൽ മാത്രമേ അദ്ദേഹത്തെ വിടൂ. ഹീറോയിനും എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ അവിടേക്ക് ചെന്നാൽ അവരവളെ ഉറപ്പായിട്ടും പിടിക്കും. എന്നാൽ ഹീറോ ഈ അവസ്ഥയിൽ അവൾക്ക് ഒറ്റയ്ക്കാകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത സീനിൽ ആ ജനറലിനെ കാണിക്കുകയാണ്. ആകാശമൊക്കെ ഇരുണ്ട് വളരെയധികം കൊടൂരമായി മാറിയിരിക്കുകയാണ്. ആ ജനറലിന് ഹീറോയിൻ വരാൻ പോകുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിനോടായിട്ട് ഇത് ഡീമൺ ലോർഡിൻ്റെ ഉത്തരവാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഇവനെ ഞങ്ങൾ കൊല്ലുമെന്നും പറഞ്ഞ് ഹീറോയുടെ നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഹീറോയിൻ്റെ സ്പീർ അവൻ്റെ നേരെ അവനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആ ജനറലിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് മറ്റൊരു ജനറലും കൂടെ ഹീറോയിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഹീറോയിൻ അവളുടെ ശക്തി ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെ ഇടുകയാണ്. അതേസമയം മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ മുഴുവനും അവരുടെ ആളുകൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എന്നാൽ ആ മോർട്ടലിനെ ഞങ്ങൾ ഉറപ്പായിട്ടും കൊല്ലും. ഇത് കേട്ട ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ മുറിക്കുകയാണ്. അവളുടെ കയ്യിൽ നിന്ന് രക്തം വന്ന് അവിടെ ഒരു ബാരിയർ തന്നെ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ട ആ ജനറൽസ് എല്ലാവരും പേടിക്കുകയാണ്. ഇത് ബാർബിയൻ ടെക്നിക്കാണ്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്പിരിറ്റിന് തന്നെ ആപത്താണ്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കല്യാണം നടന്നാൽ പോരെ, അതിന് എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ച് ഹീറോയിൻ ആ ബാരിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഹീറോയിൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അവരവരുടെ ശക്തി ഉപയോഗിച്ച് ബാരിയർ നശിപ്പിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ് അവളെ തള്ളി മാറ്റിയിട്ട് അവൻ നിലത്തേക്ക് വീഴുകയാണ്. എന്നാൽ ഹീറോയിൻ പിന്നെയും ഹീറോയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ മറ്റൊരു പവർ വന്ന് ഹീറോയിനെ ആക്രമിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്കൊന്നും സംഭവിക്കാതെ അവനെ കവർ ചെയ്ത് പിടിക്കുകയാണ്. ആ ഡീമൺ ലോർഡും അവിടേക്ക് വരികയാണ്. ഷെല്ലി നീ എന്താ ഈ ചെയ്യുന്നത് നിനക്കറിയാമോ? നീ സ്വന്തം ആളുകളോടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. നീ മര്യാദയ്ക്ക് ഞങ്ങളോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ആ ഡീമൺ ലോർഡിന് വളരെയധികം ദേഷ്യം വരികയാണ്. അവൾ ഹീറോയിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹീറോയിനും അവളുടെ ശക്തി ഉപയോഗിച്ച് ഡീമൺ ലോർഡിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഇമോർട്ടൽസ് എപ്പോഴും ഡീമൺസിനെ ഒരു അടിമയായിട്ടാണ് കാണുന്നത്. അതിനെനിക്ക് താല്പര്യമില്ല. ഡീമൺസ് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, എന്നാൽ ഇമോർട്ടൽസ് വളരെയധികം സന്തോഷത്തോടെ. ഇങ്ങനെയുള്ള ഇമോർട്ടൽസിൻ്റെ അടിമയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്, എന്നാൽ ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് മാത്രം ഇവിടെ ഒന്ന് പോകാൻ സാധിക്കും. നീ ഞങ്ങളോട് വരുന്നുണ്ടോ? ഇല്ല ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഹീറോയിനും എങ്കിൽ ഞാൻ നിങ്ങളോട് വരാമെന്നും പറഞ്ഞ് ഹീറോ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ചുറ്റും ഒരു ഫോർമേഷൻ ഉണ്ടാക്കുകയാണ്. ഹീറോ അടുത്ത് ചെന്ന് അവനെ താങ്ങി പിടിക്കുമ്പോൾ ഹീറോ ആളെ നോക്കിയിട്ട് നീ എന്തിനാണ് നമ്മൾ അവസാനമായി കാണുന്ന പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവനെ കിസ് ചെയ്യുകയാണ്. ആ ഫോർമേഷൻ ഉണ്ടായിരുന്ന പവർ മുഴുവൻ ഹീറോയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാനില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് പോകണമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ ഒന്ന് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ഇതിന് പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.